Hi friends, and Shyam. Welcome to Autodesk Revit Architecture Tutorials. So ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മൾ VR പ്രോക്സിയെ കുറിച്ചും അതുപോലെ തന്നെ VR മെഷ് ഫയലിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ VR പ്രോക്സി അല്ലെങ്കിൽ VR മെഷ് എന്ന് നോക്കാം. ഈ VR പ്രോക്സി എന്ന് പറയുന്നത് നമുക്ക് പ്രോക്സി എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, റെവിറ്റിലൊരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ റെവിറ്റിലൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. പക്ഷേ ആ ഒബ്ജക്റ്റിന് പകരമായിട്ട് നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് അതേ സ്ഥാനത്ത് തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിനാണ് VR പ്രോക്സി യൂസ് ചെയ്യുന്നത്. അതായത് VR നമ്മുടെ VRay ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിനകത്ത് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. സെറ്റിങ്സിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആ ഒരു ഓപ്ഷനാണ് VR പ്രോക്സി എന്ന് പറയുന്നത്. സോ അതിൽ യൂസ് ചെയ്യുന്ന ഫയൽസാണ് VRmesh. ഓക്കെ, .vrmesh എന്ന ഒരു ഫോർമാറ്റിലാണ് നമുക്ക് ആ ഫയൽ കിട്ടുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് ഒന്ന് പോവാം. ഞാനൊരു ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, കമ്പോണൻസിൽ നിന്ന് പ്ലേസ് എ കമ്പോണൻറ്റ് സെലക്ട് ചെയ്തു. ദെൻ ഒരു ട്രീ നമുക്ക് സെലക്ട് ചെയ്യാം. ട്രീ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ട്രീ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരെണ്ണം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ വ്യൂവിലേക്ക് വന്നു. ക്യാമറ സെലക്ട് ചെയ്തു. ക്യാമറ സെലക്ട് ചെയ്തിട്ട് കുറച്ച് അടുത്ത് നിന്നിട്ട് കുറച്ച് വൈഡായിട്ട് ഞാൻ ക്യാമറയും പ്ലേസ് ചെയ്തു. സോ നമ്മുടെ ട്രീ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നമുക്കിതിനെ VRayയിലൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഞാൻ VRay എനേബിൾ ചെയ്യാണ്. അപ്പം നമ്മുടെ VRay എനേബിൾ ആയിട്ടുണ്ട്. ഞാൻ സ്പെസിഫിക് നോക്കാം. ഓക്കെ, ദെൻ ഞാൻ മെറ്റീരിയൽ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് 3D വ്യൂ 1 ആണ്. എന്നിട്ട് റെൻഡർ ഇൻട്രാക്റ്റീവ് കൊടുക്കുകയാണ്. നമുക്കൊന്ന് റെൻഡർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റെൻഡറായിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? നമ്മുടെ ഈ ട്രീ, അതായത് നമ്മുടെ റെവിറ്റിൻ്റെ തന്നെ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, റെവിറ്റ് മെറ്റീരിയലാണ്. അതായത് റെവിറ്റിൻ്റെ ഫാമിലി ഫയലാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ റെൻഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്വാളിറ്റി. നമ്മളിപ്പം ഒരു റെവിറ്റ് ഒബ്ജക്റ്റ് റെൻഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ട്രീ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ട്രീ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അത് റെൻഡർ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി. ഓക്കെ, ഞാൻ ഇത് ഇപ്പം റിയൽ ടൈം റെൻഡറിങ് ആണ്. കാരണം നമുക്ക് എന്ത് ചേഞ്ച് വരുത്തിയാലും അറ്റ് എ ടൈം ഇവിടെ തന്നെ ചേഞ്ച് ആവും. ഓക്കെ, ഇപ്പം ട്രീയുടെ പ്ലേസ് ചേഞ്ച് ആക്കിയാൽ തന്നെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ അത് ചേഞ്ച് ആക്കി കിട്ടും. ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ നമുക്കിപ്പം ഈ ഒരു ഒബ്ജക്റ്റ് റീപ്ലേസ് ചെയ്യണം. നമ്മുടെ ഒരു ഒബ്ജക്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ VRayയിലേക്ക് വരിക. ഓക്കെ, അപ്പിയറൻസ് മാനേജർ ഇല്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഴയതുപോലത്തെ ഒരു ഇതുപോലത്തെ ഒരു ടാബ് അല്ലെങ്കിൽ പോപ്പപ്പ് ബോക്സ് വരും. ദെൻ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ കുറേ ഒബ്ജക്റ്റ് വരും. നമ്മുടെ പ്രൊജക്റ്റിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പം യൂസ് ഇൻ പ്രൊജക്റ്റ് ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട്. ഈ ഒരു ട്രീ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കതാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആ ഒരു ഒറിജിനൽ 3D ആയിട്ടുള്ള ഒരു ട്രീ ആയിട്ട് കിട്ടണം. സോ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് തൊട്ട് താഴെ റീപ്ലേസ് ഒബ്ജക്റ്റ് വിത്ത് VR പ്രോക്സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടില്ലേ, അല്ലെങ്കിൽ VR സീൻ. ഇതാണ് നമ്മുടെ ആ ടൂൾ എന്ന് പറയുന്നത്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതായത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ബോക്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ബോക്സ്. ഇപ്പം എനിക്കിവിടെ ഒരു VR മെഷ് ഫയൽ ഉണ്ട്. ഓക്കെ, നമ്മളിത് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ക്ലോസ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ അപ്പിയറൻസ് മാനേജറിൽ ഒബ്ജക്റ്റിൽ നമുക്ക് ഏതാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് താഴെ റീപ്ലേസ് ക്ലിക്ക് ചെയ്യുമ്പം ഒരു പോപ്പ് ബോക്സ് വരും. ഇതെന്ന് പറയുന്നത് നമ്മുടെ ബ്രൗസറാണ്. ഓക്കെ, നമുക്ക് എവിടെയാണോ നമ്മുടെ ആ ഫയൽ കിടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. vrmesh.3dsmax അങ്ങനത്തെ കുറേ MP3 .mp4 അങ്ങനത്തെ കുറേ ഫോർമാറ്റില്ലേ, അതുപോലെ ഒരു ഫോർമാറ്റാണ് VRmesh എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു VRmesh ഫയലുണ്ട്. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പം റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടെ ലോഡായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കറക്റ്റ് ഈ റെൻഡറിങ് ടൈമിൽ അത് ചേഞ്ച് ആവും. നമുക്ക് ആ ട്രീ ഒന്ന് വരുന്നത് നോക്കാം. വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഫുള്ള് ഒരു ആക്സിസ് ഒക്കെ ചേഞ്ച് ആയിട്ട് ഫുള്ളൊരു പിങ്ക് കളറാണ്. ഇതെന്ന് പറഞ്ഞത് നിങ്ങളിപ്പോൾ ഒരു മെറ്റീരിയൽ ഇല്ലെങ്കിൽ
ഈ ഒരു കളറായിരിക്കും വരുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഗ്ലോബൽ ഓവർ റൈഡില്ലേ റൈറ്റ് സൈഡിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം ഫ്രം VRay മിസ്സിംഗ് മെറ്റീരിയൽ ആണ് ഫ്രം VRayയിൽ എന്ത് മെറ്റീരിയൽ മിസ്സായാലും ഈ ഒരു കളറായിരിക്കും വരുന്നത്. കണ്ടില്ലേ? അതല്ല നിങ്ങൾ റെവിറ്റിൽ നിന്നാണ് മെറ്റീരിയൽ മിസ്സാവുന്നതെങ്കിൽ ഈ ഒരു കളറിൽ വരും. നിങ്ങൾക്ക് അത് കളർ ചേഞ്ച് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം അത് വിട്ടേക്കുക. നമുക്കിപ്പോൾ മെറ്റീരിയൽ എന്തായാലും മിസ്സിംഗ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, സോ ഞാൻ ഒബ്ജക്റ്റിൽ തന്നെ വന്നു. നമുക്ക് മിസ്സിംഗ് ആയ മെറ്റീരിയൽ ഈ രണ്ടെണ്ണമാണ്, മെറ്റീരിയൽ 0യും മെറ്റീരിയൽ 1ഉം. മനസ്സിലായോ? അപ്പോൾ രണ്ട് മെറ്റീരിയൽ മെറ്റീരിയൽ അസൈൻഡ്, നോ മെറ്റീരിയൽ അസൈൻഡ്, രണ്ട് മെറ്റീരിയൽസും ഇല്ല. സോ നമുക്കത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ നമ്മുടെ അസറ്റ് എഡിറ്ററിൽ വന്നു. അസറ്റ് എഡിറ്റർ വന്നത് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇഷ്ടമുള്ള മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം. സോ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല, ഞാൻ സ്വന്തമായിട്ടൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യാണ്. സോ താഴെ മെറ്റീരിയൽ ജനറിക്കിലേക്ക് തന്നെ വന്നു. ഓക്കെ, ദെൻ റീനെയിം കൊടുത്തു, ലീഫ് എന്ന് കൊടുത്തു. ലീഫ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ജനറിക്ക് തന്നെ, അതിന് റീനെയിം കൊടുക്കാം, വുഡ് എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, രണ്ടെണ്ണമായിട്ടുണ്ട്. എന്നിട്ട് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് മിനിമൈസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ലീഫ് നമുക്ക് കൊടുക്കാം. ഇവിടെ ഡിഫ്യൂസ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം ബിറ്റ് മാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടെക്സ്ചർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഇതില്ലെങ്കിൽ നമ്മുടെ ബിം സ്റ്റോറിൽ ടെക്സ്ചർ ഒരു പാക്ക് തന്നെ അവൈലബിൾ ആണ്. ഒറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടെക്സ്ചർ എല്ലാം കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ഈ ഒരു വുഡിൻ്റെ ടെക്സ്ചർ, ലീഫാണ്, ലീഫിൻ്റെ ഈ ഒരു ടെക്സ്ചർ സെലക്ട് ചെയ്തു. ദെൻ ഓപ്പൺ കൊടുത്തു. അപ്പം നമ്മുടെ ലീഫിൻ്റെ ടെക്സ്ചർ അവിടെ ലോഡായിട്ടുണ്ട്. ദെൻ ബാക്ക് വന്നു. ദെൻ ബമ്പിലേക്ക് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക, ബിറ്റ് മാപ്പ് കൊടുക്കുക. ബിറ്റ് മാപ്പ് കൊടുത്തിട്ട് ഈ ഒരു ആൽഫ എന്നുള്ള അത് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ബാക്ക് വന്നു. അപ്പം നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ വന്നതായിട്ട് കാണാം. ഞാൻ ഇതിൻ്റെ കുറച്ച് ഒരു 4ലേക്ക് വന്നു. അപ്പോൾ ആ ടെക്സ്ചർ അവിടെ ഒന്നുകൂടെ ഇതായിട്ട് വരുന്ന കാണാം. കണ്ടില്ലേ? ആ ഒരു ബമ്പ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം അത് ഓക്കെ ആയി. നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വുഡാണ്. വുഡിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം നിങ്ങളുടെ മെറ്റീരിയൽ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ അസൈൻ ചെയ്തു, ബാക്കിലേക്ക് വന്നു. ദെൻ താഴെ ബമ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതും ഒരു ബമ്പ് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ബമ്പ് എന്ന് പറയുന്നത് ഒരു 2 എന്ന് കൊടുക്കാം. കിടക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ മെറ്റീരിയൽ പെട്ടെന്ന് കൊടുത്തു. ദെൻ ഇത് ക്ലോസ് ചെയ്തു. വീണ്ടും നമ്മൾ അപ്പിയറൻസ് മാനേജർ, ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കിതൊന്ന് ലൈവായിട്ട് കാണണ്ടേ? ഓക്കെ, ഞാൻ ഇത് എക്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇത്രയും കിടക്കട്ടെ. നമുക്കിവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. സോ ഞാൻ ഒബ്ജക്റ്റിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റ് ഏതാ, യൂസ്ഡ് ഇൻ പ്രൊജക്റ്റ്. ഓക്കെ, കിടക്കുന്ന നമ്മുടെ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം താഴെ ആ ഓപ്ഷൻസ് വരും. ഫസ്റ്റ് മെറ്റീരിയൽ 0, നമുക്ക് ഇത് വുഡ് കൊടുക്കാം. ഓക്കെ, ഞാൻ വുഡ് കൊടുത്തു. വുഡ് കൊടുക്കുമ്പം ഇവിടെ ചേഞ്ച് ആവുന്നത് ചെക്ക് ചെയ്യുക. നമ്മുടെ വുഡ് മെറ്റീരിയൽ അവിടെ അസൈൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ 1, അത് നമ്മുടെ ലീഫ് ആയിരിക്കും. സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു, ലീഫ് കൊടുത്തു. രണ്ട് മെറ്റീരിയലും അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എൻ്റെ സിസ്റ്റം കുറച്ച് സ്ലോ ആണ്, അതുകൊണ്ടാണ്. സോ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ കൊടുത്ത ട്രീ ഇങ്ങനെയാണ്. ഓക്കെ, ഇതും ക്ലോസ് ചെയ്യാം. ട്രീ ഇങ്ങനെയാണ്, പക്ഷേ തലതിരിഞ്ഞാണ് ഇത് വന്നത്. സോ അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്ലിപ്പ് ആക്സിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആക്സിസ് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്, പക്ഷേ സ്കെയിലിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ സ്കെയിൽ നമുക്ക് അതിൻ്റെ സൈസ് കുറയ്ക്കാം, അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രീയുടെ ഒരു ഇത് കിട്ടും. നമ്മുടെ ട്രീ നിങ്ങൾ നോക്കുക. നേരത്തെ നിങ്ങൾ അസൈൻ ചെയ്ത ആ ട്രീയും ഈ ഒരു ട്രീയും തമ്മിൽ കണ്ടില്ലേ? ആ ഒരു ഒറിജിനാലിറ്റി കണ്ടില്ലേ? നേരത്തെ കണ്ടപ്പം ഭയങ്കര ക്വാളിറ്റി കുറവായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ പ്ലേസ് ചെയ്ത് നമ്മൾ VR മെഷ് യൂസ് ചെയ്തിട്ട് VR പ്രോക്സി യൂസ് ചെയ്ത് മെഷ് ഫയൽ യൂസ് ചെയ്തപ്പോൾ നമുക്ക് അടിപൊളി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള, നിങ്ങളത് ഫുൾ, അതായത് നല്ല ക്വാളിറ്റിയിൽ, ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡ്രാഫ്റ്റിലാണ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഹൈയിലൊക്കെ ഇട്ട് റെൻഡർ ചെയ്യുകയാണെങ്കിൽ ഇത് പക്ക ഒരു ട്രീ പോലെ തന്നെ നിൽക്കും. ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് മെറ്റീരിയൽസ് അസൈൻ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പം ഇതാണ് VRൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു റീപ്ലേസ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സോ നിങ്ങൾക്ക് ഇവിടെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, പിന്നെ റൊട്ടേഷൻ നടത്താം. ഓക്കെ, ഇനി ഞാൻ റൊട്ടേഷൻ 0 ഇടാം. ദെൻ ഓക്കെ, ഇനി പറയാനുള്ളത് ഈ റാൻഡമൈസ് ആണ്.
ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഈ സ്കെയിലും റൊട്ടേഷനും ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു റീഫ്രഷ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുകയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പല ഒരു മോഡലിൽ വരും. ഓക്കെ, ഞാനിപ്പം ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് അതായത് ഇതിൻ്റെ സ്കെയിലൊന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഇതൊന്നുകൂടെ നന്നായിട്ട് കിട്ടും. സോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊന്നും ശരിയായില്ലെങ്കിൽ റാൻഡമൈസ് ഓഫ് ചെയ്യുക. സ്കെയിൽ താഴെ കൊണ്ടുവരിക. സ്കെയിൽ താഴെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഇതുണ്ട്, ഈ ഒരു റേഞ്ചിലൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കത് ഒരു ചെറുതായിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ട്രീ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് റെൻഡർ ചെയ്താൽ മാത്രം മതി. 0.8 ആണ് കിടക്കുന്നത്. ഞാനൊരു 0.18 കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ VR മെഷ് ഫയൽ കൊടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. ഇനി ഇപ്പോൾ റാൻഡമൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീഫ്രഷ് ചെയ്താൽ മതി നമുക്ക് മെറ്റീരിയൽ അസൈൻ ചെയ്ത് കിട്ടുമെന്ന്. അതല്ലെങ്കിൽ നിങ്ങളത് ഈ ഒരു മെറ്റീരിയൽ, അതായത് ഇപ്പം നമുക്ക് വുഡ് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഓക്കെ, വുഡ് മോഡിഫൈ ചെയ്യാം, അതല്ലെങ്കിൽ ലീഫ് മോഡിഫൈ ചെയ്യാം. മെറ്റീരിയൽ ഏതെങ്കിലും മോഡിഫൈ ചെയ്യാം. ഇനിയിപ്പോൾ ഈ ലീഫാണ് ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് നോക്കുക. ഞാൻ ഇവിടുന്ന് വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഞാൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 455 കൊടുത്തു. ഹൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു 500 കൊടുത്തു, 505 കൊടുത്തു. അത് ഇവിടെ ചേഞ്ച് ആവും. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ റൊട്ടേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയലിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആ ലീഫ് മാത്രമല്ല, അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഇത്രയും സ്ലോ ആയിട്ട് വരുന്നത്. നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളിവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ആ ഒരു റെൻഡറിങ് അറ്റ് ടൈം തന്നെ നടക്കും. ഓക്കെ, അതുപോലെ തന്നെ ഓഫ് സെറ്റൊക്കെ കൊടുക്കാൻ പറ്റും. ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ടുള്ള ഓഫ് സെറ്റൊക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക്. അതായത് ഒരു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം റീപ്ലേസ് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം പഴയ ആ ട്രീ ഇതായിരുന്നു നമ്മുടെ ആ ട്രീ. ആ സ്ഥലത്താണ് നമ്മൾ ഈ ഒരു ട്രീ ഇപ്പം റീപ്ലേസ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രീ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം VRay പ്രോക്സി യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളവരെന്ന് പറഞ്ഞത് എങ്ങനെ നമുക്ക് VR മെഷ് കിട്ടും. നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, സിമ്പിളാണ്. അതല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് VR മെഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നോക്കുന്നത് അതാണ്. ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ മിനിമൈസും ചെയ്തു. ഇവിടേക്ക് വരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്കിവിടെ ഒരു സോഫ എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് 3D ഒബ്ജക്റ്റ് ഫയലാണ്. കണ്ടില്ലേ, ഇതൊക്കെ ആവശ്യം പോലെ നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. VR മെഷിനെക്കാട്ടി കൂടുതൽ കിട്ടുന്നത് ഒബ്ജക്റ്റ് ഫയലാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ട്രീയുടെ ഒരു ഒബ്ജക്റ്റ് ഫയൽ വേണമെങ്കിൽ ട്രീയുടെ ഒരു ഒബ്ജക്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പം ട്രീയുടെ ഒബ്ജക്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് ആദ്യം വെക്കുക. അത് സൈസൊക്കെ വളരെ കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പം .obj ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഈ ഫോർമാറ്റിലുള്ളവരെണ്ണം ഡൗൺലോഡ് ചെയ്ത് ഫസ്റ്റ് വെക്കുക. ഓക്കെ, ദെൻ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനൊരു ഫയലുണ്ട്. ഓക്കെ, OBJ ഫയലുണ്ട്. ദെൻ നിങ്ങൾ സെർച്ച് ചെയ്യുക. OBJ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് OBJ ജിയോ പ്ലേ ടു VR മെഷ് കൺവെർട്ടർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് കിട്ടും. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ VR, അത് 3ds Max ആയിക്കോട്ടെ, അതെങ്കിൽ Revit ആയിക്കോട്ടെ, ഏതിനകത്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ അതിനകത്ത് VRay ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഓൾറെഡി അങ്ങ് ഇൻസ്റ്റാൾ ആയിക്കോളും. നിങ്ങൾ ഒന്നും എക്സ്റ്റേണലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആദ്യം അപ്പോൾ ഓപ്പൺ ചെയ്ത് ഞാൻ ലെഫ്റ്റിലേക്ക് മാറ്റി, നമ്മുടെ ഈ ഫോൾഡറിനെ ഞാൻ റൈറ്റിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതൊരു കമാൻഡ് കൊടുക്കണം. കമാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് PLY2 VRMESH, ഓക്കെ, ഇങ്ങനെ പ്ലേ ടു VR മെഷ് എന്ന് ടൈപ്പ് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് സ്പേസ് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു സ്പേസ് വന്നിട്ടുണ്ട് അവിടെ. ഓക്കെ, ദെൻ നമ്മുടെ ഏതാണോ ഒബ്ജക്റ്റ് ഫയൽ VRലോട്ട്, അതായത് VR മെഷിലോട്ട് കൺവെർട്ട് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒബ്ജക്റ്റ് ഫയൽ, ഓക്കെ, ഇതാണ് OBJ ഫോർമാറ്റിലുള്ള ഒബ്ജക്റ്റ് ഫയൽ, ഞാൻ അത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഇട്ടു. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പം നമുക്ക് ഓൾറെഡി, അതായത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ VR മെഷിനെ കൺവെർട്ട് ചെയ്യും. നമ്മുടെ ഒബ്ജക്റ്റ് ഫയലിനെ VR മെഷായിട്ട് കൺവെർട്ട് ചെയ്യും. നമുക്ക് അത് കഴിയുമ്പം അവസാനമായിട്ട് ഇവിടെ കിട്ടും മെഷ് സക്സസ്ഫുള്ളി സബ്ഡിവൈഡഡ് ഇൻറ്റു ഫയൽ. ഓക്കെ,
എഫ് സോഫ VR മെഷ് നിങ്ങളിവിടെ കാണാം. നേരത്തെ ഈ ഫയലില്ലായിരുന്നു, അതിപ്പോൾ അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒബ്ജക്റ്റ് ഫയലിനെ VR മെഷിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതും ക്ലോസ് ചെയ്തു, ഇത് രണ്ടും ക്ലോസ് ചെയ്തു. എന്നിട്ട് റെവിറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. അതായത് ഞാൻ ഇവിടെ വന്നു, അപ്പിയറൻസ് മാനേജർ ക്ലിക്ക് ചെയ്തു, റെൻഡർ ഇൻട്രാക്റ്റീവും കൊടുത്തു. ഓക്കെ, അത് റെൻഡർ ആവട്ടെ. നമുക്ക് ഒബ്ജക്റ്റിലേക്ക് വരാം. ഈ ഒരു VR മെഷ് ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെയായിരുന്നല്ലോ നമ്മൾ നേരത്തെ കൊടുത്തത്. സോ ഫയൽ നെയിം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ലിങ്ക് പോലെ കാണുന്നില്ലേ, ഇതാണ് നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ. ഞാൻ അത് സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് നേരത്തെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സോഫ VR മെഷ് സെലക്ട് ചെയ്തു. ദെൻ ഓപ്പൺ കൊടുത്തു. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അവിടെ ആ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ നിന്ന ആ ഒരു, അതായത് ആ ട്രീ നിന്ന ഇല്ലേ, ആ ഒരു പൊസിഷനിൽ ഇപ്പം ആ സോഫയാണ് വന്നിട്ടുള്ളത്. സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ വലുതായിട്ട് കിട്ടും. കണ്ടില്ലേ, നമ്മൾ കൊടുത്ത ആ മെറ്റീരിയൽ അവിടെ തന്നെ കിടപ്പുണ്ട്, 2 മെറ്റീരിയൽ അവിടെ തന്നെ കിടപ്പുണ്ട്. സോ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മൾ VR മെഷ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെ അസൈൻ ചെയ്യുന്നതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. നല്ലൊരു ടോപ്പിക്കാണ്. കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സ്ചറൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം നല്ലൊരു ടെക്സ്ചറൊക്കെ കൊടുക്കാൻ, അല്ലെങ്കിൽ ട്രീ ഒക്കെ കൊടുക്കാൻ, ഒരു ഒറിജിനൽ ഇമേജ് കൊടുക്കാൻ, നിങ്ങൾക്കിപ്പോൾ ഏത് OBJ ഫയൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് VR മെഷിലോട്ട് കൺവേർട്ട് ചെയ്യാം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പം വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്